സ്ട്രൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറിയാനുള്ള അവകാശം ഒരു സമൂഹവും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത്. ഫ്രീഡം ടു നോ ഒരു ഉത്തരമായി കിടക്കട്ടെ ഒന്ന്. അതെന്തറിയാന്നുള്ളതല്ല, മനുഷ്യന് പലതും അറിയാൻ തോന്നും, സാറ്റിസ്ഫാക്ഷൻ. കാരണം മനുഷ്യൻ ആശയജീവിയാണ്. ജൈവിക ജഡം മാത്രമല്ല, ഒരു സ്പിരിച്വൽ ഒരു ഇൻ്റലക്ച്വൽ അസ്തിത്വം കൂടിയുണ്ട്. അപ്പോൾ അന്നം കൊണ്ട് മാത്രം സംതൃപ്തി വരില്ല, ആശയം കൂടി കിട്ടണം. അപ്പോൾ ഒരു സമൂഹവും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഫ്രീഡം ടു നോ. ആദ്യത്തെ ഉത്തരം ഞാൻ പിൻവലിച്ചു. ഫ്രീഡം ടു ലിവ് എന്ന് പറയുന്നത് ഇവിടെ പോകും. അല്ല, ഫ്രീഡം ഈ ലിവിങ്ങിനെ കുറിച്ചാണല്ല മനുഷ്യൻ പറയുന്നത്. അല്ലല്ല, നമ്മള് വ്യക്തികൾ ഉണ്ട് എന്ന വ്യക്തികളാണ് ആരംഭത്തിൻ അവകാശങ്ങളുമായി ഒരാൾ ജനിക്കുന്നത് പോലെ വെക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ലീവിങ് ആണെങ്കിലാണല്ലോ അവകാശം വേണ്ടു, മരിച്ചരാക്കാൻ എന്താ അവകാശം? അല്ലെ, ആദരിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ആളുകൾ വെടിവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആകാശത്തേക്ക്. അപ്പൊ അതൊക്കെ അങ്ങനെ മനുഷ്യന്റെ ആവശ്യം കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ കേസ് വരെ ഉണ്ട്. അതൊക്കെ ഞാൻ തമാശക്ക് പറയുന്നതാണ്. മനുഷ്യന്റെ ആവശ്യത്തിൽ ഞാൻ ഈ ഉറക്കം മുതലല്ല എണ്ണിയത്. ഞാനൊരു ഇതേപോലെ ഒരു ചർച്ചയിൽ അത് പറഞ്ഞപ്പോൾ ഒരു ക്യാമ്പസിലാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇപ്പൊ ശ്വസനം എന്തുകൊണ്ട് പറഞ്ഞില്ല. എനിക്കതിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നി, ശ്വസിക്കുന്ന മനുഷ്യന്റെ ആവശ്യമല്ലേ ഈ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ലിവിങ് ആയിട്ടുള്ള ആൾക്കാരുടെ അവകാശമാണ്. നമ്മൾ ഇന്ന് സാമൂഹികമായിട്ടുള്ള ഫ്രെയിം വർക്കിലാണ് ഇയാൾ ആ ചോദ്യം ചോദിക്കുമ്പം നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നിഷേധിച്ചു എന്ന് മാത്രമേ അതിന് പറയാനൊക്കത്തുള്ളൂ. അങ്ങനല്ല, നേരത്തെ പറഞ്ഞ ശാസ്ത്രമോ ഫിലോസഫിയൊക്കെ വെച്ചിട്ടാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം അങ്ങനെ ചോദിക്കാതെ. എതിർവശത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു വിശ്വാസി ഭൗതികവാദികളിൽ നിന്ന് മനസ്സിലാക്കിയ എന്തെങ്കിലും, അല്ലെങ്കിൽ മൈത്രേയൻ വിശ്വാസികളിൽ നിന്ന് മനസ്സിലാക്കിയ എന്നാൽ ഇന്ന് കൊണ്ടു നടക്കുന്നതുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ചോദ്യമൊക്കെ ഇത് പറഞ്ഞാൽ ഈ ചോദ്യമൊക്കെ ഇയാളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഉൽപ്പാദിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യം തന്നെ വരുന്നത്. ഈ വീട്ടിനകത്ത് ഒരു വീട്ടിൽ ജനിച്ചതല്ലേ ഞാൻ ഈ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തോ അവിശ്വാസിയായിട്ട് ഒരാൾ വിശ്വാസിയായിട്ട് ഒരാൾ ഒന്നുമില്ല. ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഈ അവിശ്വാസി എന്ന് വിളിക്കുന്നതും വിശ്വാസി എന്ന് വിളിക്കുന്നതും ആളുകൾ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ഈ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ ജീവൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ജീവൻ എങ്ങനെയാണ് തുടരുന്നത് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പറയുന്നതിനകത്ത് ഈ പറയുന്ന അവിശ്വാസിയിൽ നിന്ന് വിശ്വാസിയുടെ അടുത്തുനിന്ന് പഠിച്ചെന്നോ അല്ലെങ്കിൽ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിൽ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞ് ചോദ്യമില്ല. അതൊക്കെ നമ്മൾ ഈ കളിക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം പോലുള്ള ചോദ്യങ്ങളാണ്. ജീവിതത്തിനെ മനസ്സിലാക്കുന്ന രീതി തന്നെ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് എനിക്കത് ഞാൻ അതിലോട്ട് തിരിച്ചു വരാം. എന്താ അറിയാം, എനിക്ക് കേട്ടപ്പോൾ തോന്നിയാണ്, ഈ അർജന്റീന ഇല്ലെങ്കിൽ ബ്രസീൽ എന്തിനാ, ബ്രസീൽ ഇല്ലെങ്കിൽ അർജന്റീന എന്തിനാ? കാരണം ഒരു വിഷയത്തിന്റെ ഐഡിയോളജിക്കൽ അതർ ഉണ്ടാകുമ്പോഴാണ് ആ വിഷയം പെർഫെക്റ്റ് ആവുള്ളൂ. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, തുറഫുൽ ഉമൂറുബി അവാക്കിസിഹ, അല്ലെങ്കിൽ ബിൽ അവാക്കിസ്. ഓപ്പോസിറ്റ് കൊണ്ടാണ് ഒരു വിഷയം ചിലപ്പോൾ അറിയപ്പെടുക. അപ്പോൾ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫി എത്രത്തോളം ഒരു കോംപ്രഹെൻസീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ അതർ ഇവിടെ വേണം. അതുകൊണ്ടാണ് ഞാൻ മൈത്രേയനെ റെസ്പെക്ട് ചെയ്യുന്നത്. മൈത്രേയനെ പോലെയുള്ള ആളുകൾ ഞാൻ കംപ്ലീറ്റ് സാറ് നേരത്തെ തന്നെ അത് പറഞ്ഞു. അല്ല, പ്രായത്തിന് മൂത്ത സാറ് പറയും. ഇല്ലല്ല, അങ്ങനല്ല. അല്ല, നേരത്തെ നിങ്ങൾ ബൈനറിയെ പറ്റി പറയുമ്പം ഇപ്പം എന്തിനാണ് അത് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ബൈനറി ആയിട്ടാണ് ലോകത്തിനെ മാർക്സിസ്റ്റുകളൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ബൈനറിയാണ്. അല്ല, അങ്ങനല്ല. അല്ല, പിന്നെന്താണത്? അല്ല, ഇത് രണ്ട് വംശങ്ങളെയും വർഗങ്ങളെയും തരംതിരിച്ചതല്ല. നമ്മളെല്ലാം ആശയജീവി എന്ന് പറയുന്ന ഒറ്റക്കൊടക്കയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിരീശ്വരവാദികളായാലും ഈശ്വരവാദികളായാലും നമ്മളെ ഒറ്റ കൊടക്കയിലാക്കുന്ന സാധനമാണ്. നമ്മളൊക്കെ ആശയജീവികളാണ്. ആ ആശയ ജീവിതത്തിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറയുന്ന നാസ്തികരുണ്ടെങ്കിലാണ് ബ്രസീൽ എന്ന് പറയുന്ന ആസ്തികർക്ക് എന്താ പറയുക, ഒരു തകവ് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ ഇതിന് ഈ വാചകം പൂർത്തിയാക്കുക. അത് നേരത്തെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഹൈതമി അത് പറഞ്ഞു. എന്നോട് വിയോജിക്കുന്ന ആളുകൾ ലോകത്ത് തുടർന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം
അത് അല്ല, അതങ്ങനെ കാരണം വേണ്ട. നേരത്തെ പറഞ്ഞില്ലേ, ഒരു എണ്ണത്തിന് അർത്ഥം നൽകുന്നത് അപ്പുറത്തിരിക്കുന്നതാണെന്നറിയുമ്പോൾ ജീവൻ്റെ ആദ്യത്തേത് തന്നെ അപ്പുറത്തൊന്നുണ്ട്, അത് ഞാനല്ല എന്നുള്ള അനുഭവമാണ്. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത പ്രപഞ്ചത്തിലെ അതിരനുഭവമാണ് ജീവൻ. അതിരനുഭവമേ ഉള്ളൂ, അതിരില്ല. അപ്പുറത്തൊന്നുണ്ട്, അത് ഞാനല്ല എന്ന പ്രപഞ്ചത്തിനകത്തെ അനുഭവത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിരില്ലാത്ത, അപ്പുറത്തില്ലാത്ത ഒരു ജീവനില്ല. അപ്പുറം എന്ന് പറയുന്നത് മുഴുവനും ഈ പ്രപഞ്ചമാണെന്ന് അറിയുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ വശത്ത് ഈ ജീവൻ അതിനകത്ത്, ജീവന് ഈ പ്രപഞ്ചത്തിന് പുറത്തിറങ്ങിയിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് പ്രപഞ്ചമാകാൻ ഒരാൾ ശ്രമിക്കുമ്പോഴും പ്രപഞ്ചം അല്ലാതാകാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപോലെ മൗഢ്യമാണ്. കണ്ട് പ്രപഞ്ചമേ ഉള്ളു. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്നത് അപ്പുറം ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചേ. അത് അവിടുന്നാണ് പ്രപഞ്ച അനുഭവം. പക്ഷെ അങ്ങനല്ല. സത്യം അതാണ്. ഞാൻ വേറെയാണ്, അത് വേറെയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ജീവനുണ്ടെങ്കിൽ അതിലുണ്ടാവും, അതിലനുഭവം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പണ്ട് എഴുതിയ ഓട്ടോഗ്രാഫിലൊക്കെ വാക്കുകളാണ് ഓർമ്മയാവുന്നത്. ഒറ്റ പൂ കൊണ്ട് പൂന്തോട്ടം ഉണ്ടാവില്ല, കുറേ പൂക്കൾ വേണം. ഒറ്റ നിറം കൊണ്ട് മഴവില്ലുണ്ടാവില്ല, കുറേ നിറങ്ങൾ വേണം. അതേപോലെ ഈ പൂന്തോട്ടവും മഴവില്ലൊക്കെ തുടരട്ടെ, എല്ലാവരും വരട്ടെ. അതിൻ്റെ ഇടയിൽ സൗഹൃദപരമായ ആശയ കൈമാറ്റങ്ങൾ തീർച്ചയായിട്ടും ചിരിച്ചുകൊണ്ടും ഉള്ളറിഞ്ഞുകൊണ്ടും നടക്കുകയും വേണം. ഇതിൻ്റെ വേറൊരു തലം, ഒരു ആത്മീകമായ തലം, അത് പറയുമ്പോഴാണ് ഇതൊരു ജെന്യുവിനായിട്ട് തോന്നുള്ളൂ എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസി ഇല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് കിട്ടിയ വെളിച്ചം, ഈ ബോധ്യം അല്ലെങ്കിൽ ഈ അനുഭവം മറ്റുള്ളവർക്ക് കൂടി കിട്ടണം എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള ഒരു എമ്പതി ഉണ്ടല്ലോ. ഞാനിപ്പോൾ എന്താണ്, കാരണം ഞാനിതിൽ കൺവിൻസ്ഡ് ആണ്. ഇത് എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കിട്ടണം എന്ന് പറയുന്ന ആ ഒരു എമ്പതിക് സെൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണത്. അല്ലെങ്കിൽ എനിക്ക് എന്നിൽ വിശ്വാസം ഇല്ല എന്നല്ല വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആശയം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഞാനിതിനെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒളിപ്പിച്ചു നോക്കും. അപ്പം വളരെ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ചർച്ച കേരളത്തിൽ തന്നെ സ്നേഹത്തോടുകൂടെ. ഞാനുണ്ടെങ്കിൽ വഴക്കാകുമെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. അല്ല, അത് മൈത്രേയൻ മാത്രമല്ല. ഇപ്പോൾ ഹൈതമിയുടെ ഞാൻ പല പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട് സ്വതന്ത്ര ചിന്തകരുമായിട്ടും. എതിർത്തിട്ട് ഒച്ചപ്പാടാക്കിയിട്ട് എന്ത് കാര്യമാണ്? അതിലൊന്നും ഒരു അർത്ഥമില്ല. ആശയം കൈമാറുക, നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോഴും വന്നിരിക്കുന്ന അതേ മൈൻഡ് സെറ്റ് ആയിരിക്കണം. അല്ല, അത് നിങ്ങളത് പറയുന്ന സമയത്ത് രണ്ടുപേർക്കും നഷ്ടപ്പെടാനില്ലാതിരിക്കുമ്പം മാത്രമുള്ളത്. മീനെ പിടിക്കുമ്പം അത് കുത്തും, അതിന് നഷ്ടം ഉണ്ടാകാൻ പോകുന്നതിന് അറിയുന്നുണ്ട്. അപ്പം പലപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാരിന്ന് സംസാരിക്കുമ്പോൾ ഈ മൈത്രേയൻ സാർ ഈയിടെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ എവല്യൂഷൻ്റെ പുസ്തകങ്ങളിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഞാൻ എവല്യൂഷനാണ് ജീവിതത്തിനെ മനസ്സിലാക്കാൻ ഒരേ ഒരു ടൂള്. അവസാന സമയത്ത് കൊണ്ടുവന്ന ഉദാഹരണം പോലും എത്തിപ്പോകുന്നതല്ല. ഞാൻ ആ ടൂളെ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ടൂളെല്ലാം എനിക്കറിയാം. ആത്മീയമായ ടൂളുകളെല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ ടൂള് അറിഞ്ഞുകൂടാത്തതൊന്നും അല്ല. അതിനകത്ത് നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ എനിക്കും പറയാൻ അറിയാവുന്നതാണ്. പക്ഷെ ആ ഉത്തരമല്ല എൻ്റെ ഉത്തരം.